കരുനാഗപ്പള്ളി മണ്ഡലത്തിലെ തൊടിയൂർ വില്ലേജ് ഓഫീസും സ്മാർട്ടായി. സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ അനുവദിച്ച 50 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിനായിരുന്നു നിർമ്മാണ ചുമതല. പ്രവർത്തനം സ്മാർട്ടാകുന്നതോടെ പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം എളുപ്പത്തിൽ ലഭ്യമാക്കാനാകും. കരുനാഗപ്പള്ളി മണ്ഡലത്തിലെ തൊടിയൂർ വില്ലേജ് ഓഫീസും സ്മാർട്ടായി. സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. 2025 നവംബർ 1-ാം തീയതി ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ നാട്ടിൽ. നാളും തീയതിയും ജനനമാസവും നോക്കാതെ 3.5 കോടി മുട്ടുതാഴോട്ട് നിന്ന മലയാളിയുടെ ജന്മദിനമാണ് നവംബർ 1-ാം തീയതി. ഇന്ത്യയുടെ തെക്കുഭാഗത്ത് മലയാള ഭാഷ സംസാരിക്കുന്ന ഒരു കൊച്ചുനാട് കേരളമായി പ്രഖ്യാപിക്കപ്പെട്ട ദിവസം നവംബർ 1. ഞാൻ വളരെ അഭിമാനത്തോടെ തൊടിയൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഗവൺമെന്റിന് വേണ്ടി പറയുന്നു, 2026-25 നവംബർ 1-ന് ലോകത്തിന്റെ ആകാശത്ത് ഉദിക്കുന്ന സൂര്യൻ എത്ര കടുത്ത നിറത്തോടെ വെളിച്ചത്തോടെ കേരളത്തിൽ പ്രകാശിച്ചാലും അതിദരിദ്രരായ ഒരു കുടുംബത്തെയും കണ്ടെത്താൻ പറ്റാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി നമ്മുടെ ഈ കൊച്ചു കേരളം മാറാൻ പോവുകയാണ് എന്നുള്ളത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കേരള മോഡലാണ്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് കേൾക്കാൻ കൊതിയുള്ള ഒരു മുദ്രാവാക്യം മാത്രമല്ല. 1,80,877 കുടുംബങ്ങൾക്ക് ഭൂമി കൊടുത്തു ഈ ചെറിയ 3 വർഷക്കാലത്തിനിടയിൽ. സംസ്ഥാന സർക്കാർ അനുവദിച്ച 50 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിനായിരുന്നു നിർമ്മാണ ചുമതല. കഴിഞ്ഞ സെപ്റ്റംബറിൽ ശിലാസ്ഥാപനം നടത്തിയ കെട്ടിടം അതിവേഗത്തിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. പ്രവർത്തനം സ്മാർട്ടാകുന്നതോടെ പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം എളുപ്പത്തിൽ ലഭ്യമാക്കാനാകും. വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്ക് ഇരിക്കാനുള്ള സൗകര്യം, ടോയ്ലറ്റ് സംവിധാനം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ഭൂരിഭാഗം സേവനങ്ങളും ഓൺലൈനിൽ ലഭ്യമാകും. ഇതിന്റെ ഭാഗമായി രേഖകൾ ഡിജിറ്റൽ രൂപത്തിലാക്കി മാറ്റുന്ന പ്രവർത്തനവും പൂർത്തിയാക്കും. ജീവനക്കാർക്ക് പ്രത്യേകം ക്യാബിനുകൾ ഉണ്ടാകും. ആവശ്യപ്പെടുന്ന രേഖകൾ 24 മണിക്കൂറിനുള്ളിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി വെളുത്തമണൽ ജംഗ്ഷനിൽ നിന്നും സ്വീകരണ ഘോഷയാത്രയും നടത്തി. സമ്മേളനത്തിൽ CR മഹേഷ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ N ദേവിദാസ് സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ മുഖ്യപ്രഭാഷണം നടത്തി. ADM G നിർമ്മൽകുമാർ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിലസ് കല്ലേലി ഭാഗം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ, വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T രാജീവ, ബിന്ദു രാമചന്ദ്രൻ, സഫീന അസീസ്, K ശശിധരൻപിള്ള, തൊടിയൂർ താഹ, ഷിഹാബ് സ്പൈനുമോട്, R ശംഭു, P അനിൽകുമാർ, AA ജബ്ബാർ, തഹസിൽദാർ P ഷിബു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.